മച്ചാന്മാരെ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ഞാൻ ആഡാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡും കാര്യങ്ങളും ആക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. അത് വേറെ എവിടെയുമല്ല ആഡായിരിക്കുന്നത്, നമ്മുടെ GTA 5 മോഡിൻ്റെ അകത്താണ് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ ആഡായിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നതെന്നും കൂടി ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ അപ്ഡേറ്റും കാര്യങ്ങളും ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവരും ഈ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയട്ടെ. അപ്പം നമുക്കാണെങ്കിൽ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം വെച്ചാൽ പറ്റും നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡാക്കാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്നത്. ആ സമയത്ത് നമുക്കാണെങ്കിൽ ജസ്റ്റ് ലോഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ക്രാഷിംഗ് ആയിട്ട് റീസ്റ്റാർട്ട് ആവുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ക്രാഷിംഗ് ആവുന്നുണ്ട്, പക്ഷേ റീസ്റ്റാർട്ട് ആവാത്തതുകൊണ്ട് നമ്മുടെ അതിൻ്റെ GTA 5 ലോഡ് ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ചപ്പോൾ ഡെവലപ്പർ വേറെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിനുവേണ്ടി അവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫയലിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്കാണെങ്കിൽ നേരെ RGS മെനു കാര്യങ്ങൾ എടുക്കണം. എന്നിട്ട് ലോഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഫോൾഡറിൻ്റെ അകത്തോട്ട് നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളും സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ RGS എന്ന് പറയുന്നൊരു ഫയൽ ഫോൾഡർ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫോൾഡർ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സൈഡിലുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ GTA 5 mod.glb എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം അതിൻ്റെ MB കാര്യങ്ങൾ കുറച്ച് ഹ്യൂജാണ്, 152 MB കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അത് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റവും കാര്യങ്ങളും വരുന്നില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുത്തിയേക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം RGS ടൂൾ എടുക്കേണ്ടതാണ്. RGS ടൂൾ എടുത്തിട്ട് RGS എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുക്കാതെ തന്നെ CM എന്നും കൂടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. RGS CM എന്ന് ടൈപ്പ് ചെയ്ത് നമ്മളവിടെ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യണം. ടിക്ക് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ലാഗ് അടിച്ച രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ പോസ് ചെയ്ത പോലെ നിൽക്കും. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡാകാൻ വേണ്ടിയിട്ടുള്ള ടൈമും കാര്യങ്ങളും എടുക്കുന്നതാണ്. കാരണം ഗെയിമും കാര്യങ്ങളും നമ്മുടെ ഫോണിലേക്ക് സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള എടുക്കുന്ന ടൈമാണ്. കാരണം കംപ്രസ് ചെയ്തായിരിക്കും നമുക്ക് തരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈമും കാര്യങ്ങളും എടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാഷിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നേരെ തന്നെ തേണ്ടി ഇപ്പോൾ ലോഡും കാര്യങ്ങളും മാറി ഇങ്ങനോട്ടൊരു എൻട്രിയിലൂടെയായിരിക്കും വരുന്നത്. അപ്പം ഇതാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ആഡിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ. നമ്മുടെ GTA 5 കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പം എത്ര പേർക്ക് ഈ ഒരു സെക്ഷനും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും, അപ്പം ഈ ലിങ്ക് കാര്യങ്ങൾ എന്താ ഞങ്ങൾക്ക് തരാത്തത്, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പക്ഷേ നമ്മുടെ ഇവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളും കുറേ പേർക്ക് കിട്ടത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഫയലും കാര്യങ്ങളും കംപ്രസീവായിട്ട് കിട്ടിയിട്ടില്ല. കംപ്രസീവായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. ഇതിപ്പം നമുക്ക് ബീറ്റ വേർഷനായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾക്ക് ആഡ് ചെയ്യാനും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പം. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും. ഇതിനകത്ത് വേറെ NPC പ്ലേയേഴ്സ് ഇല്ല, അതുപോലെ തന്നെ വേറെ കാർസ് ഇല്ല, കാര്യങ്ങളില്ല. അതിനൊക്കെ ആഡിങ് സെക്ഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ കൊണ്ടുവന്നതിന് ശേഷമേ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നമ്മുടെ കയ്യിലോട്ട് ഇതിൻ്റെ ഒറിജിനൽ വെർഷനും കാര്യങ്ങളും തരത്തുള്ളൂ. അപ്പോൾ അതിനാണ് നിങ്ങളോട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് എന്ന് വെച്ചാൽ GTA 5 മോഡിനകത്തോട്ട് നമ്മൾ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇന്നോവ കാറും ആഡ് ചെയ്തതും ഇതേ രീതിയാണ്. നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും ഇതിനകത്ത് ഒരു ചിപ്പ് കോഡ് കാര്യങ്ങളും കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നോവ കാർ മാത്രം ജസ്റ്റ് നമുക്ക് ഡെമോയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് കൊണ്ടുവരും. നമ്മുടെ ബാക്കി കാർസ്, അതുപോലെ തന്നെ മോൺസ്റ്റേഴ്സ്, സോംബീസ് ഇതിനൊക്കെ കൊണ്ടുവരണമെങ്കിൽ തന്നെ കുറച്ച് നല്ല ടൈമും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ടെക്സ്ചർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ലോ ആൻഡ് ഡിവൈസിനും കൂടെ സപ്പോർട്ടാവുന്ന രീതിയിൽ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പർ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ലോ ആൻഡ് ഡിവൈസ് കാര്യങ്ങളൊക്കെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അവരോടൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും കംപ്രസ് ചെയ്ത് ഇത്രയും ടൈം എടുത്ത് കൊണ്ടുവരുന്നത്. എന്തായാലും ഇത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഇനി കുറച്ച് നാളുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമ്മുടെ GTA 5 മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കുറച്ച് വെയിറ്റ് ചെയ്യണേ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കിട്ടും, അതുപോലെ GTA 5 ബാക്കി സെറ്റിങ്സ് ചാനൽ കിട്ടും, NPC പ്ലേയേഴ്സിനെ വെച്ച് കിട്ടും, കാർസിനെ കിട്ടും, മോൺസ്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴയ ഗെയിമിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമും കാര്യങ്ങളും ചോദിക്കുന്നത്. അതുവരെ നമ്മുടെ
ഇന്ത്യൻ ബൈക്ക് 3Dക്കകത്ത് കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരും, കുറേ ഫീച്ചേഴ്സ് വരും, നിങ്ങൾക്ക് അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം GTA 5 മോഡും കാര്യങ്ങളും കിട്ടും, കിട്ടാതിരിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ടെക്സ്റ്റൽ ഇഷ്യൂവും അതുപോലെ തന്നെ ബാക്കി ഐറ്റംസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ടൈം എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പം ഇൻ കേസ് ഇപ്പം ബാക്കി എല്ലാവർക്കും കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലവർക്ക് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ചിലവരുടെ ഡിവൈസസും കാര്യങ്ങളും അതുപോലെ ലോ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആഡ് ചെയ്യാത്തത്. പെട്ടെന്ന് ഇപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർക്ക് കിട്ടുന്നില്ല, നിങ്ങൾ പറ്റിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. അപ്പോൾ ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയും. ലിങ്ക് വർക്ക് ആവുന്നില്ല നിങ്ങളുടെ ഡിവൈസസുമായിട്ട് കമ്പയർ ചെയ്തെന്ന് വെച്ചാൽ അതൊന്ന് കോൺഫിഗ് ആവാൻ വേണ്ടിയിട്ടുള്ള, കംപ്രസീവ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ഡിവൈസസ് ഇപ്പോൾ ഒത്തിരി നാൾ യൂസ് ചെയ്ത് ലാഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലവരുടെ ഫോണൊക്കെ ലാഗൊക്കെ ആയിരിക്കുമ്പോൾ സമയത്ത് നമ്മൾ ആ ഒരു ഫയലും കാര്യങ്ങളും കൊടുത്ത് അത് കംപ്രസീവായിട്ട് അതിൻ്റെ താടാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് തന്നെ ക്രാഷായി പോകും. ആ ക്രാഷിങ് ഇഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്ത് നിങ്ങൾ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളും വീണ്ടും റീഫ്രഷ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ കയറിയതിന് ശേഷം ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഗെയിമിനകത്ത് ഓൾറെഡി കിടക്കുന്ന മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടുന്ന് ഡൗൺലോഡ് കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. എന്നാലേ നിങ്ങളുടെ ഗെയിമിലേക്ക് അത് വർക്ക് ആവത്തുള്ളൂ. എൻ്റെ അതിനകത്ത് ഇപ്പോൾ മൈക്കിളിൻ്റെ 1, 2, 3 വരെ കിടപ്പുണ്ട്. അപ്പം ആദ്യം തൊട്ട് 3 വരെ കിടപ്പുണ്ട്. ആ 3 ബാക്കി 2 കളഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം മാത്രം ഞാൻ വെക്കത്തുള്ളൂ. അപ്പം ഞാനത് മാത്രം വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്കും ആദ്യം വെച്ച വട്ടം ഇങ്ങനെ ചെയ്തപ്പോൾ അബദ്ധം പറ്റിയോണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അബദ്ധം കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടും പറഞ്ഞത്. നിങ്ങളുടെ പഴയ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം കളഞ്ഞതിന് ശേഷം വേണം പുതിയത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പുതിയ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലോഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലോഡ് എടുക്കുന്നതിന് ശേഷം നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം എൻ്റെ അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഒറ്റ ഫയൽ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു. ബാക്കി കളഞ്ഞില്ലെങ്കിൽ നമുക്കത് വർക്കും കാര്യങ്ങളൊന്നും ആവത്തില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് മൈക്കിളിൻ്റെ ക്യാരക്ടറൊക്കെ ഒറ്റ ലിങ്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞുകൊണ്ടാണ്. അപ്പം എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മൈക്കിളിൻ്റെ ക്യാരക്ടർ മാത്രമേ കിട്ടത്തുള്ളൂ. 1, 2, 3 കിടക്കുന്നത് വെച്ചാൽ നേരത്തെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നേരത്തെ നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ട് ബാക്കിയെല്ലാം കൊണ്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് 1, 2, 3 തന്നെ. അത് മൊത്തം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം നമുക്കാണെങ്കിൽ നേരെ നമുക്ക് ഗെയിം ഒന്ന് റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PM99 അടിക്കുന്നുണ്ട്. PM99 അടിച്ചിട്ട് നമ്മൾ ഗെയിം റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് വന്നിരിച്ച് നമ്മളതും റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ആഡ് ആക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമ്മളത് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ പുതിയ നമ്മുടെ GTA 5 ആഡ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ടല്ലോ. അപ്പം ആ സെക്ഷനും കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ കുറച്ച് ടൈമും കാര്യങ്ങളും എടുക്കുന്നുള്ള ആ ഒരു ടൈം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് കാണിച്ചത് എന്താണ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ. നമ്മുടെ GTA 5 കാര്യങ്ങൾ ഇത്രയും വരാൻ ഡിലേയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത് അതാണ്. അതുപോലെ നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങൾ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളും എപ്പോഴാണ് അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നത് കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഈ മന്ത് എന്തായാലും അപ്ഡേറ്റ് കാര്യങ്ങളും ഉണ്ട്, ഇല്ലാതിരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസമായാലും എന്താ വരാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇതിനകത്തെല്ലാം വർക്ക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പുതിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആകുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ്. കാരണം നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത് നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളും എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഡിലേ ആയി പോയത്. അപ്പം എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം കൂടെ വേണോ അത് ഓരോന്നായിട്ട് അപ്ഡേറ്റ് മതിയോ എന്ന് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൂടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്കതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി നമുക്കാണെങ്കിൽ ഡ്രോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഗ്ലിച്ചും കാര്യങ്ങളുമാണ് നമ്മൾ യൂസ് ചെയ്ത് ഡ്രോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നതാണ്. നമ്മുടെ ഈ GTA 5 മോഡിൻ്റെ അകത്തല്ല അത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dക്കകത്താണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഡ്രോൺ ഷൂട്ടായിട്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സൈഡ് ഫയർ ബട്ടൺ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഫയറും കാര്യങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം വണ്ടി NPC പ്ലെയർ എല്ലാത്തിനും ഞാൻ അടിച്ചും കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ഇത് വർക്കാവുന്നതെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം
എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് ആദ്യം ഒരു വണ്ടി കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് ഈ വന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് ലംബോർഗിനി ഉർസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ വണ്ടി തന്നെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്കാണെങ്കിൽ കുറച്ച് ചീപ്പ് കോഡ് കാര്യമാണ് ഓൺ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്ത് കാര്യങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്. ഇൻഫിനിറ്റി ഹെൽത്ത് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ജമ്പിങ് ഓപ്ഷൻ കാര്യമാണ് വരുന്നുണ്ട്, നമ്മുടെ മുകളിൽ താഴോട്ട് വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകേണ്ടതാണ്. വണ്ടി എടുത്ത് പോകുമ്പോൾ വണ്ടിയുടെ പടം കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 1120 ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മേലും ചാടുന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് സെക്കൻഡ്സ് ഉണ്ട്. ആ സെക്കൻഡ്സ് നമ്മൾ നേരെ വണ്ടിയുടെ ഡോറ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ആ ഡോറ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മേളയും താഴോട്ട് വീഴുന്നതായിരിക്കും. അപ്പം അങ്ങനെ വീഴുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കയറുന്നതിൻ്റെ ഒരു ഗ്ലിച്ചും കാര്യങ്ങളും കിട്ടും. അപ്പം വണ്ടിക്കകത്ത് കയറിയതിൻ്റെ ഒരു ഗ്ലിച്ചും കാര്യങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാൽ വണ്ടി ഓടിക്കുമല്ലോ, നമ്മൾ അതിൻ്റെ ഗ്ലിച്ചായിട്ട് ഇരിക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വണ്ടി കാര്യങ്ങൾ ഓടിക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമ്മളൊരു വെപ്പണം കാര്യമായിട്ട് ഞാനിവിടെ ആണെങ്കിൽ മിഷൻ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മിഷൻ ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ മിഷൻ ഗണ്ണും കാര്യങ്ങളും എടുത്ത് ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടെ മൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഈ RG സ്റ്റൂളും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. RG സ്റ്റൂളിൽ നമുക്ക് ഡ്രോൺ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്രോൺ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ മണ്ടക്കോട്ട് പറന്ന് നടക്കുന്നതായിരിക്കും. അപ്പോൾ പറന്ന് നടക്കുമ്പോൾ നമുക്കൊരു വെള്ള പോയിൻ്റ് കാര്യങ്ങളും, അപ്പോൾ നമ്മളിവിടെ സൂം ചെയ്യുമ്പോൾ നമുക്കൊരു വെള്ള പോയിൻ്റ് കാര്യമാണ് നമ്മുടെ സ്ക്രീനിൻ്റെ നടുക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പം അത് വന്നാലേ നമുക്കിവിടെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പം അതെങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി മറ്റേ കാര്യങ്ങളൊന്നും ചെയ്യാനാണ് കുറച്ച് പാട്. ആ പോയിൻ്റ് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ആ പോയിൻ്റ് വന്നാൽ ആ പോയിൻ്റ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പോയിൻ്റ് ഷൂട്ട് വെച്ചിട്ട്. അപ്പം ആ പോയിൻ്റ് ഷൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പം ഇതെല്ലാവരും ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ നിങ്ങളുടെ ഗെയിമിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്, RG സ്റ്റൂൾ എടുക്കുന്നുണ്ട്. RG സ്റ്റൂൾ ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രോൺ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഡ്രോണും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും വണ്ടിക്കകത്തിരിക്കുന്നതിൻ്റെ രീതിയിലും അതുപോലെ തന്നെ മിഷൻ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് കൈവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിൻറ്റിൻ്റെ സെക്ഷൻ വരണം. അപ്പോൾ ഗണ്ണിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ സൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രോൺ ആയിട്ടുണ്ട്. ഡ്രോൺ ആകുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ജോയിസ്റ്റിക്ക് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ സൈഡിലായിട്ട് നമുക്ക് അതുപോലെ ആരോയും അതുപോലെ തന്നെ ഫയർ ബട്ടൺ റണ്ണിങ് ഓപ്ഷനും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഡോട്ടും കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് വന്നതിന് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ബാക്കിയുള്ളവരെ എങ്ങനെ വെടിവെച്ച് നോക്കാം എന്നുള്ള രീതി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഡോട്ടും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഡോട്ട് വരുന്നുണ്ടോ ഇല്ലയോ നോക്കേണ്ടതാണ്. ഡോട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെടിവെക്കാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് വെടിവെക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ ഇരുന്നതിന് ശേഷം കുറേ പേർ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നതിന് ശേഷം നമ്മുടെ ഫോൺ എടുക്കേണ്ടതാണ്. ഫോണിൻ്റെ അകത്ത് RG സ്റ്റൂൾ എടുത്ത് ഡ്രോൺ എന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഡ്രോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡ്രോണിൻ്റെ ഇതിലോട്ട് മാറും. അപ്പോൾ മാറുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഫയർ ബട്ടണും അതുപോലെ തന്നെ സ്കോപ്പ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കേണ്ടതാണ്. വന്നാൽ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വരത്തുള്ളൂ, ബട്ടണും കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റ് കാര്യമാണ്, വെള്ള പോയിൻ്റ് കാര്യങ്ങളും. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഗ്ലിച്ച് കാര്യങ്ങൾ വർക്കാവത്തുള്ളൂ, ഇല്ലെങ്കിൽ വർക്കാവത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇതേ മെത്തേഡ് രീതിയിൽ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. എനിക്കിവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ വെടി വെക്കുന്നുണ്ട്, ഞാനിവിടെ ഡ്രോണായിട്ട് പറന്ന് പോകുന്നുണ്ട്. ഞാൻ പക്ഷേ പോലീസ് സ്റ്റേഷനകത്താണ് ഇരിക്കുന്നത്, എന്നാൽ പക്ഷേ ഞാൻ ഇവിടെ ഡ്രോണായിട്ട് പറന്ന് പോയിട്ട് ഞാനിവിടെ വെടിയും വെക്കുന്നുണ്ട് എല്ലാവരെയും. കാരണം എനിക്ക് ആ പോയിൻറ്റും ഉണ്ട്, ഫയർ ബട്ടണും ഉണ്ട്. അപ്പം എനിക്കെല്ലാം സെറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലിച്ചും കാര്യങ്ങളും. അപ്പോൾ എത്ര പേർക്ക് ഒരു ഗ്ലിച്ചും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഗ്ലിച്ചസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഗ്ലിച്ചസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് കൊണ്ടുവരും, ഈ മാസം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് കൊണ്ടുവന്നില്ല എന്ന് കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ടുണ്ട്. അപ്പം ഇനി കൊണ്ടുവരും ഇല്ലെന്ന് കുറേ പേർക്ക് ചോദ്യങ്ങളും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെച്ചാൽ 1 വീക്കിനുള്ളിൽ എന്ന് വെച്ചാൽ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത്രയും ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും 2 വീക്സിനുള്ളിൽ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. 2 വീക്സ് എന്ന് പറയുമ്പോൾ ഈ വീക്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തുടക്കമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും മാക്സിമം വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കേണ്ടതാണ്, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഡെവലപ്പർ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ക്രാഷിംഗ് ഇഷ്യൂ അതുപോലെ തന്നെ ബഗ് ഇഷ്യൂ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും അത് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവുന്ന രീതിയിലൊന്നും കൊണ്ടുവരാതിരിക്കത്തില്ല ഡെവലപ്പർ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിയലി എക്സൈറ്റഡ് ആവുന്ന രീതിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് കമൻറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കരുത്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസും കാര്യങ്ങളും കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ച് നമുക്ക് ആ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മാക്സിമം കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരെ കാണുന്നവരെ സീ യു ദെൻ ബൈ.